സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. ജയസൂര്യയ്ക്ക് ലഭിച്ചത് തട്ടിപ്പിലൂടെയുള്ള പണമാണ് എന്നാണ് ഇഡി നിഗമനം. നേരത്തെ 2 തവണ നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യാൻ ജയസൂര്യയ്ക്ക് നോട്ടീസ് നൽകുക. ജയസൂര്യയും സേവ് ബോക്സ് ആപ്പ് ഉടമ സ്വാതിക് റഹീമും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഇഡി അന്വേഷിക്കുന്നുണ്ട്. കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ കരാറാണ് ജയസൂര്യയ്ക്ക് കുരുക്ക് മുറുക്കുന്നത്. എന്താണ് സേവ് ബോക്സ് ആപ്പ്? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ സൂചിപ്പിച്ചതുപോലെ തട്ടിപ്പിന്റെ വഴികൾ തന്നെയാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, എന്താണിത് എന്ന് നോക്കുകയാണെങ്കിൽ 2019 തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീമാണ് സേവ് ബോക്സിന്റെ ഉടമ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ എന്നിവ ലേലത്തിലൂടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്നതാണ് ആപ്പിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ബിഡ്ഡിംഗ് ആപ്പ് ഇതായിരുന്നു ഉടമസ്ഥരുടെ അവകാശവാദം. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ ലേല ആപ്പ്. ലേലത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഉപഭോക്താക്കൾ പണം കൊടുത്ത ഒരു വെർച്വൽ കോയിനൊക്കെ നേരത്തെ വാങ്ങിവെക്കണം. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കുറഞ്ഞ വിലയ്ക്ക് ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ഇനി തട്ടിപ്പിന്റെ വഴികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 വഴിക്കാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഒന്ന് ലാഭവിഹിത വാഗ്ദാനം, മറ്റൊന്ന് ലേലം. പ്രധാനമായും 2 രീതിയിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് വിശദമായി തന്നെ നമുക്ക് നോക്കാം. ലാഭവിഹിത വാഗ്ദാനം. സേവ് ബോക്സ് ആപ്പിന്റെ ഫ്രാഞ്ചൈസികൾ നൽകാമെന്നും ഒപ്പം ബിസിനസ്സിൽ പങ്കാളികളാക്കാമെന്നും മാസം വലിയ തുക ലാഭവിഹിതമായി നൽകാമെന്നും ഒക്കെ വാഗ്ദാനം നൽകി ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ജനങ്ങളിൽ നിന്ന് തട്ടിയത്. രണ്ടാമത്തേത് ഓൺലൈൻ ലേലം തന്നെയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ എന്നിവ ലേലത്തിലൂടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം എന്നതാണ് ആപ്പിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇങ്ങനെ ലേലം വിളിച്ചവർക്ക് സാധനങ്ങൾ നൽകാതെ പറഞ്ഞു പറ്റിച്ച് ആളുകളിൽ നിന്ന് വലിയൊരു തുക തന്നെ ഇയാൾ സ്വന്തമാക്കി. ഇനി കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 2023 ആപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള വിവരങ്ങൾ 2023 പുറത്തുവരുന്നത്. മാസം 25 ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്താണ് സ്വാതിക് റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. 100-ലധികം പേരിൽ നിന്ന് ഇത്തരത്തിൽ ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിക്കാതെ വന്നതോടെയാണ് പരാതികൾ ഉയർന്നത്. പിന്നാലെ സ്വാതിക് റഹീം പിടിയിലാകുന്നു. വൈകാതെ തന്നെ ഇഡിയും ഇയാൾക്കെതിരെ കേസെടുക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി സ്വാതിക്കിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ജയസൂര്യയ്ക്ക് ഇതുമായുള്ള ബന്ധമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു നടൻ ജയസൂര്യ. ഇതിനായി 2 കോടിയോളം രൂപ സ്വാതിക് ജയസൂര്യയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആപ്പുമായി ബന്ധപ്പെട്ട ജയസൂര്യയ്ക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. സ്വാതിക്കിനും ജയസൂര്യയ്ക്കും ഇടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് പോലും. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് കഴിഞ്ഞ ദിവസം ജയസൂര്യയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തത്. ഇനിയിപ്പോൾ വീണ്ടും വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇഡി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ പങ്കുവയ്ക്കും. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ 2 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നത്. 24-ാം തീയതി രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്തതിന് പുറമെയാണ് ഇന്നലെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജയസൂര്യയെ 6 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തത്. ഇതിൽ പ്രധാനമായും ഈ സേവ് ബോക്സ് ആപ്പ് എന്നത് ഒരു ഓൺലൈൻ നിക്ഷേപ ലേലം ഒക്കെ നടത്തുന്ന ഒരു ആപ്പാണ്. അതായത് കുറഞ്ഞ വിലയ്ക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ ഒരു ലേല ആപ്പാണ് സേവ് ബോക്സ് എന്നത്. ഇതിൽ പലരും വലിയ തുകകൾ നിക്ഷേപിച്ചിരുന്നു, പലരും ഫ്രാഞ്ചൈസികൾ തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് ഈ പൈസ നിക്ഷേപിച്ചവർക്കോ ഫ്രാഞ്ചൈസികൾ തുടങ്ങിയവർക്കോ ഇതിൽ നിന്നും പൈസ തിരികെ ലഭിക്കാതെ, അല്ലെങ്കിൽ ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ പലരും പരാതിയുമായി തൃശൂർ വെസ്റ്റ് പോലീസിനെ സമീപിക്കുന്നത്. തൃശൂർ വെസ്റ്റ് പോലീസ് ഇതിൽ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ 43 ലക്ഷം രൂപയുടെ പ്രാഥമികമായ തട്ടിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അതിന് പുറമെയാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി ഇതിലേക്ക് കടന്നു വരുന്നത്. ഈ ഇഡിയിലേക്ക് കടന്നു വന്നതിന്റെ പല ആളുകളെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ജയസൂര്യയിലേക്ക് എത്തുന്നത്. ജയസൂര്യ ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയും ഇതിന്റെ പരസ്യങ്ങൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജയസൂര്യയ്ക്ക് ഇതിൽ നിന്നും കിട്ടിയ കരാർ തുക, അല്ലെങ്കിൽ ഇതിൽ നിന്നും കിട്ടിയ പണം, അത് കുറ്റകൃത്യത്തിലൂടെ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ ഈ സ്ഥാപനം ഉണ്ടാക്കിയ പണത്തിൽ നിന്നുള്ളതാണ് എന്നാണ്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൊണ്ട് ആ തുക കണ്ടുകെട്ടാനുള്ള നീക്കമാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ഒപ്പം തന്നെ നടൻ ജയസൂര്യയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. അതായത് ഇപ്പോൾ 2 തവണ നടത്തിയ ചോദ്യം ചെയ്യലിൽ ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി അത് കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും നടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിക്കുന്നത്. നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ജയസൂര്യക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടായിരുന്നോ, ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ പറ്റി അറിയുമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമ അത് തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീം എന്ന ആളാണ്. അപ്പോൾ ഈ സ്വാതിക് റഹീമുമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. ഒപ്പം ഈ നടൻ ജയസൂര്യ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി തനിക്ക് ബ്രാൻഡ് അംബാസിഡർ എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ഈ സ്ഥാപനവുമായോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മുതലാളിയുമായോ സ്വാതിക്കുമായോ ഇല്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന മൊഴി. ഈ തട്ടിപ്പുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും തട്ടിപ്പിനെ പറ്റി അറിയില്ല എന്നുമാണ് ജയസൂര്യ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ജയസൂര്യയുടെ മൊഴി വിശദമായി പഠിച്ച ശേഷമായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് ഇനി ഇടി തീരുമാനിക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റു ചില നടന്മാർ, ചില സിനിമാ താരങ്ങൾ, ചില സിനിമാ ടെക്നീഷ്യന്മാർ, അണിയറ പ്രവർത്തകരൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പരസ്യത്തിൽ അഭിനയിക്കുകയും ഈ സ്ഥാപനത്തിന്റെ പരസ്യം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്വാതിക് റഹീമുമായുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടിൽ ലഭിച്ച തുക നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് നിലവിൽ ഇഡിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും നടൻ ജയസൂര്യയ്ക്ക് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ് വലിയ കുരുക്കായി മാറുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇതിൽ ഏതെങ്കിലും ജയസൂര്യയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുക്കാനുള്ള കാരണം വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ നൽകിയത്.